ഇന്നത്തെ റെസിപ്പി ഇറച്ചി പത്തലാണ്. അതിനു വേണ്ടി ഡോ റെഡിയാക്കാം. 1 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് മൈദയാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലുള്ള മാവാക്കി റെഡിയാക്കി എടുക്കുക. അതിൽ 2 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് 10 മിനിറ്റ് അടച്ചു വെക്കുക. ഇനി അതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള ചിക്കൻ വേവിച്ചെടുക്കാം. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 സവാള നേരിയതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്കുള്ള ഉപ്പും കൂടിയും ചേർത്ത് വഴറ്റി കൊടുക്കുക. സവാളയുടെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് കറിവേപ്പിലയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കളറിന് ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി വഴറ്റി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പൊടിയായി അരിഞ്ഞ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഫില്ലിങ് തണുക്കാനായി മാറ്റി വെക്കാം. മാവ് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസുകളാക്കി ചെറിയ പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഇത്ര തിക്നെസ്സിൽ പരത്തിയെടുക്കാം. എല്ലാ ബോൾസും പൂരിയാക്കിയിട്ട് പരത്തിയെടുക്കാം. ഇനി ഓരോ പൂരി എടുത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. ഒരു പൂരിയുടെ 2 സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഇങ്ങനെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് മടക്കി അതിൻ്റെ സൈഡുകൾ പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുക. ഫില്ലിങ് പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സെൻറ്ററിലും പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ പിസ്സ കട്ടർ വെച്ചിട്ടോ കട്ട് ചെയ്തെടുക്കാം. കോൺ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ട് നല്ല ബ്രൗൺ കളറാണ് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ പത്ത റെഡി വന്നിട്ടുണ്ട്. ഈ ഒരു കളറ് വരെ ഫ്രൈ ചെയ്യാം. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.